ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഓണത്തിന് ട്രെൻഡി ആയിട്ടുള്ള ഒരു ധാവണി കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ധാവണി സ്റ്റിച്ച് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഈ ഓണത്തിന് ഉള്ളൊരു ട്രെൻഡി ആയിട്ടുള്ളൊരു മോഡലാണിത്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത്. ഹാൻഡ് വർക്ക് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹാൻഡ് വർക്ക്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് മാത്രം വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നെക്ക് കറക്റ്റിന് വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമുക്കിതുപോലെ മടക്കിയിടുക. നെക്ക് കറക്റ്റ് വരാൻ പാകത്തിന് ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാൻ. ഫുള്ള് കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കുക. നെക്ക് കറക്റ്റിനാണ് ഇരിക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാവുള്ളൂ. ഇതുപോലെ വെച്ച് നോക്കുക, എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നത് തൊട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്താം. ലെങ്ത് എത്രയാണോ വേണ്ടത് അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിനി അതിൻ്റെ വിഡ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത്. എനിക്കിവിടെ ലെങ്ത് ഇവിടം വരെ ആ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം വരെ ലെങ്ത് വേണം. അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുത്തത്. ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്തു. കൈക്കുഴി അടയാളപ്പെടുത്തിയ ഭാഗത്താണ് നമ്മൾ ബ്രസ്റ്റ് അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇവിടെ ബ്രസ്റ്റ് അളവ് എത്രയാണോ വേണ്ടത് അതിവിടെ എനിക്കിവിടെ 10 വേണ്ടത്. അതിവിടെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു. ഇവിടെ താഴെയും എത്രയാണോ വേണ്ടത് അത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്കിത് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കാം. കൈക്കുഴി ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്ത് അവിടുന്ന് താഴേക്കും ഇതുപോലെ തന്നെ വളച്ച് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ ബാലൻസ് താഴേക്ക് വരുന്ന തുണിയിൽ നമുക്കിനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം. ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതുപോലെ ഫ്രണ്ട് പാർട്ട് മുകളിൽ വെച്ച് കൊടുക്കുക. അതേ അളവിൽ നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെക്കിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് അളന്നിട്ട് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും. നമ്മൾ ബാക്കിൽ കൊളുത്താണ് പിടിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്ക് പാർട്ടിലെ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. പിന്നെ സ്കർട്ടിന് താഴ്ഭാഗത്ത് വെക്കാനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യണം. ആദ്യം ഞാൻ സ്കർട്ടിന് താഴ്ഭാഗത്ത് വെക്കേണ്ട മെറ്റീരിയലാണ് ഇവിടെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് 10 ഇഞ്ച് ലെങ്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് 4ആയിട്ട് മടക്കി മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം 10 ഇഞ്ച് ലെങ്തിൽ ഇതുപോലെ 3 മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 3 എണ്ണമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ 10 ഇഞ്ച് ലെങ്തിൽ 3 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് കിട്ടും. അത് 3 ഞാനിവിടെ അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി ഷോളിൽ വെക്കാനും വേണം പീസുകൾ. അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അത് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റും. ഇപ്പോൾ ഇത് ഞാൻ 3 കട്ട് ചെയ്ത് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ളത് ഷോളിൽ വെക്കാനുള്ള പീസുകളാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിന് മുമ്പായിട്ട് നമുക്ക് ആ സ്ലീവ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് പഫ് സ്ലീവാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ഇതുപോലെ താഴെ മുകളിൽ 3 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മുടെ സ്ലീവിൻ്റെ അളവ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഞൊറിവിടാനാണ് നമ്മളിവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിന് ബാലൻസ് ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സ്ലീവും നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഷോളിന് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഷോളിൻ്റെ ഒരു സൈഡിൽ ഒരു ഭാഗത്ത് 2 പീസ് വരാൻ പാകത്തിനാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും മനസ്സിലാവും. കസവ് വരുന്ന 2 സൈഡിലും കസവ് വരുന്നുണ്ട്. അതിൻ്റെ ആ കസവിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് ഇതിൻ്റെ പടി കണക്ക് വരുന്നത്. അതിപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് വീതിക്കാണ് ഇവിടെ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റുന്നത്. ടോട്ടൽ ഞാനൊരു 10 പീസ് ഇവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ ഫുൾ അടയാളപ്പെടുത്തി ഇതുപോലെ വരച്ചു കൊടുത്ത് നമുക്ക് 10 പീസും നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം.
ഫുള്ളും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പീസ് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഫുള്ള് കൂട്ടി യോജിപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഫുള്ള് നമുക്കിങ്ങനെ ഒരു സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്യാം, മറു സൈഡും വീണ്ടും മടക്കി സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് താഴെ സ്കർട്ടിന് താഴ്ഭാഗത്ത് ഉടുപ്പിക്കാനുള്ള മെറ്റീരിയലും ഇതുപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. 3 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ആ 3 പീസും നമുക്കിതുപോലെ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ആ വലിയ പീസിൻ്റെയും താഴ്ഭാഗം ഒരു സൈഡ് നമുക്കിതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് മാത്രം ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ആ ചെറിയ പീസിൻ്റെ എല്ലാം രണ്ട് സൈഡും ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ വെച്ച് അടിച്ച് മാത്രം മതി. അപ്പോൾ ഒരു പൊളച്ചിലും ഒന്നും വരത്തില്ല. ഇതുപോലെ ഷോളിൻ്റെ ആ കസവ് വരുന്ന ഭാഗത്ത് ഇതുപോലെ അരികത്തൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇപ്പുറത്തൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടാലറിയാം. ഒരു സൈഡ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡും ഇതുപോലെ വെച്ച് ആ വൈറ്റ് വരുന്ന ഭാഗത്ത് കസവ് തീരുന്ന ഭാഗത്ത് വെച്ച് കൊടുത്ത് നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കസവിൻ്റെ അരികത്തും ഇപ്പുറത്തെ സൈഡിലുമായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഷോളിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിനി സ്കർട്ടിൻ്റെ താഴ്ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്കർട്ടിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ കസവാണ് വരുന്നത്. അവിടെ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വെച്ചടിച്ച് കൊടുത്താൽ മതി. നമ്മൾ ആ മടക്കി സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ ഭാഗമാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പൊളച്ചിലോ ഒന്നും വരില്ല, നേരെ തന്നെ ഇരിക്കും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും സ്കർട്ടിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ അടിച്ചതിന് ശേഷം മുകളിലും അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മടക്കി ലെവലായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. സ്കർട്ടിൻ്റെ താഴ്ഭാഗം ഫുള്ളും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കി നമ്മൾ സാധാരണ പട്ടുപാവാടയുടെ സ്കർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റണം. നെക്ക് കട്ട് ചെയ്യുമ്പം നെക്ക് ഉള്ളിലേക്ക് അടിച്ച് മറിച്ച് നമ്മൾ ഹെമ്മിങ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് അതിൻ്റെ അരിക് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നെക്കിലേക്ക് വെച്ച് അടിച്ചു മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കും. ഇതുപോലെ ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇതുപോലെ വെച്ച് ആ സ്റ്റോണിൽ മുട്ടാത്ത രീതിയിൽ, ബീഡ്സിൽ മുട്ടാത്ത രീതിയിൽ വെച്ച് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് അടിച്ച് മറിച്ചെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ വെച്ച് ആ ഉള്ളിലേക്ക് വെക്കാനുള്ള മെറ്റീരിയൽ മാത്രം സ്റ്റിച്ചിങ് വരാൻ പാകത്തിന് ഇതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും ഷോൾഡർ തമ്മിൽ ഇതുപോലെ കൂട്ടിയിടിക്കണം. നമുക്ക് ഷോൾഡർ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്ക് നെക്ക് വെച്ചതിന് ബാക്കാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് നെക്കാണ് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് മടക്കി ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഷോൾഡറും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബ്ലൗസിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതുപോലെ ഞൊറിട്ട് കൊടുക്കണം. കറക്റ്റ് കൈക്കുഴി എത്തുന്നിടം വരെ ഇതുപോലെ വെച്ച് നോക്കി നമുക്കത് ഞൊറിട്ടെടുക്കാം. ഇതുപോലെ ഞൊറു എത്തി കൈക്കുഴിയുടെ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഞൊറു നിർത്തിയതിന് ശേഷം അവിടുന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. വീണ്ടും മറു സൈഡ് എത്തുമ്പോഴത്തേക്ക് ഇതുപോലെ ഞൊറിട്ട് കൊടുക്കാം. അപ്പോൾ സ്ലീവ് കറക്റ്റ് കൈക്കുഴിയുടെ ഭാഗത്താണ് എത്തുന്നതെന്ന് നോക്കുക. അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി സ്ലീവിൻ്റെ താഴ്ഭാഗമാണ് മുകളിൽ ഞൊറു ഇട്ട പോലെ വെച്ച് താഴെ ഭാഗത്തും നമ്മളിതുപോലെ ഞൊറിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞൊറു ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. മുകളിലത്തെ അതേ ലെവലിൽ തന്നെ താഴെ മടക്കി വെച്ച് കൊടുക്കുക.
മടക്കി വെച്ച് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴ്ഭാഗം നമുക്ക് ഇതുപോലെ ഈ കാണുന്ന പോലെ വരും. എന്നിട്ട് അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബ്ലൗസിൻ്റെ 2 സൈഡും സ്ലീവിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ബ്ലൗസിൻ്റെ 2 സൈഡും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ എൻഡ് വരെ കൊണ്ട് നിർത്തണ്ട, ഇനി തൊട്ട് മുമ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. എന്നിട്ട് ലെവൽ ചെയ്തതിന് ശേഷം പുറത്തുനിന്ന് അടിച്ച് മറിച്ച് ഉള്ളിലേക്ക് നമുക്ക് അടിച്ചെടുക്കാം. നമുക്കിനി കൊളുത്തിനുള്ള പടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കൊളുത്തിനുള്ള പടി ഇതുപോലെ 2ആയിട്ട് മടക്കിയതിന് ശേഷം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എടുത്ത് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം മറിച്ചെടുത്ത് അതിൻ്റെ പടിയുടെ മുകളിൽ കൂടി മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നമുക്കിതുപോലെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്ര സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് മടക്കിയത് അടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിനെ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ കൊടുത്തതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കൊളുത്ത് സ്റ്റിച്ച് ചെയ്യാതെ എടുക്കാനുള്ള പടിയാണ്. ഇനി നമുക്ക് ഐബാറിനുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ പുറത്തു നിന്നും അകത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തത്. മറ്റേത് നമ്മൾ അകത്ത് നിന്നും പുറത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് നമ്മൾ അകത്ത് നിന്നും പുറത്തേക്കാണെന്ന് മാത്രം. അകത്ത് നിന്നും പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ മെറ്റീരിയൽ വെച്ച് കൊടുത്ത് മുകൾഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് താഴെ വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ താഴെ വരെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് പുറത്തേക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉള്ളിലേക്ക് മടക്കി വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉള്ളിലേക്ക് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ കൊളുത്തിനുള്ള ഭാഗവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കൊളുത്ത് ജോയിൻ ചെയ്യാനുള്ളത് ഇതുപോലെ വെച്ച് നമ്മൾ ചരിച്ച് ഇതുപോലെ കൊളുത്തിനുള്ള ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇതുപോലെ ആണ്. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ കൊളുത്ത് വെച്ച് കൊടുക്കുന്നത്. കൊളുത്ത് സ്റ്റിച്ച് ചെയ്ത കൊളുത്തിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വയ്ക്കുകയാണ്. ഇതുപോലെ കൊളുത്തിനുള്ളത് ഫുള്ള് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്താണ് പടി വെച്ച് അടിച്ചു മറിച്ചെടുക്കേണ്ടത്. താഴ്ഭാഗം നമ്മൾ പടി വെച്ചിട്ട് അടിച്ചു മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലൗസിൻ്റെ താഴ്ഭാഗം നമ്മൾ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു പടി വെച്ച് കൊടുക്കുക. പുറത്ത് നിന്നും ഉള്ളിലേക്കാണ് നമ്മൾ പടി വെച്ച് കൊടുക്കുന്നത്. പുറത്ത് ഇതുപോലെ ഒരു പടി വെച്ച് കൊടുത്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ പടിയുടെ മുകളിൽ കൂടി മാത്രം നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളിലേക്ക് വെച്ച് മടക്കിയടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ പാർട്സിൽ ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും 2 സൈഡിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ പടിയുടെ മുകളിലൂടെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതിനെ അടിച്ചു മറിച്ച് എടുക്കണം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അരികിൽ കൂടി ഒന്നുകൂടി അടിച്ചു കൊടുക്കണം പടിയുടെ. അപ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിലിരിക്കും. അതിനുശേഷം നമുക്കിത് ഉള്ളിലേക്ക് മടക്കി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ദേ ഇവിടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അതിനുശേഷം നമുക്കിനി ബാലൻസ് ആ ഭാഗം നമ്മൾ കൂട്ടിയടിക്കാനുണ്ടല്ലോ, അവിടെ നമുക്കിതുപോലെ 2 സൈഡും നമുക്ക് കൂട്ടിയടിച്ചെടുക്കാം. ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി കൊളുത്ത് സ്റ്റിച്ച് ചെയ്യണം, ഹെമ്മിങ് ചെയ്യണം. അത് അത്രയും കൂടി ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ബ്ലൗസ് സ്റ്റിച്ചിങ് കഴിയും. പിന്നെ ഇനി നമുക്ക് പാവാടയുടെ ഒരു സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ പാവാടയുടെ 2 സൈഡും നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഭാഗം മാത്രം, കുറച്ച് ഭാഗം പാവാടയുടെ 2 സൈഡും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പടി വെച്ച് ഞൊറു ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞൊറു ഇട്ട് കൊടുത്ത് നമ്മളത് ഉള്ളിലേക്ക് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യും. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് സ്കർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കാത്തത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.